മന്ദഹാസത്തിനു തീരെഴുതു. സേതു, സേതു, എന്താണെന്ന്? ഒന്നുമില്ല. സോറി, ഐ ആം റിയലി സോറി സർ. അവന്റെ മനസ്സിൽ ഒരറിയാ സങ്കടത്തിന്റെ നെരുപ്പ് നേറിപ്പുകയുന്നു. യെസ്, അവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഒരു പട്ടാളക്കാരൻ ഒരിക്കലും ഇങ്ങനെ കരയാൻ പാടില്ല. Put him under serious watch. പിന്നീട് എന്താ സംഭവിച്ചത്? സഹോദരിക്ക് വരുന്ന മുഴുവൻ കല്യാണങ്ങളും മുടക്കുക, അമ്മയ്ക്കും സഹോദരിക്കും വീട്ടിൽ ജീവിക്കാനൊക്കത്ത സാഹചര്യം. പോലീസുകാർ അവനൊപ്പമാ. രാഷ്ട്രീയ സ്വാധീനമുള്ളവൻ, പണമുള്ളവൻ, എൻ്റെ അച്ഛൻ്റെ മരണത്തിന് വരെ കാരണക്കാരൻ. പെങ്ങളെയും കുട്ടി ആത്മഹത്യ ചെയ്താലെന്ന് പോലെ ആലോചിക്കുക അമ്മ. ഞാൻ എന്ത് വേണം സർ? ഒരു ജവാൻ രാഷ്ട്രത്തെ കാക്കുമ്പോൾ സമൂഹം അവൻ്റെ വീടിന് കാവൽ നിൽക്കേണ്ടതാണ്. പണവും സ്വാധീനവുമുള്ളവനോടൊപ്പം പോലീസും. എനിക്കിവിടെ ആരുമില്ല, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. എടാ, നീ ഒരാണല്ലേ. സ്വന്തം അമ്മയെയും സഹോദരിയെയും സംരക്ഷിക്കേണ്ടത് ഏതൊരു പുരുഷന്റെയും ഉത്തരവാദിത്തമാ. നീ അത് ചെയ്യണം. വീടും പറമ്പൊക്കെ വിറ്റുപിറക്കി മറ്റെങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞാലോ? അതാ നല്ലത്. നോ, അത് ഭീരുതമാണ്. ശത്രു മുന്നോട്ട് വരുമ്പോൾ ടെന്റ് പൊളിച്ച് പിന്മാറുന്നതാണോടാ പട്ടാളക്കാരന്റെ ധർമ്മം. നെഞ്ചിൽ വെടിയേറ്റ് മരിച്ച ജവാന്റെ ഡെഡ് ബോഡിക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്യുന്നതാണ് ബ്രിഗേഡിയർ കൃഷ്ണമേനോൻ ഇഷ്ടം. പേരുകളെ ആദരിക്കുന്നതും സ്നേഹിക്കുന്നതും നമുക്ക് ഇഷ്ടമല്ല. പിന്നെ അവൻ എന്ത് വേണമെന്നാ നിങ്ങൾ പറയുന്നത്? അവനെ കൊന്നു കളയാൻ പറ്റുമോ നിനക്ക്? കൊല്ലണം. നീ നാട്ടിലെത്തുന്നത് ആരും അറിയരുത്. മിലിറ്ററിയുടെ റെക്കോർഡിൽ നീ ഇവിടെ ഡ്യൂട്ടിയിലാ. ഞാൻ സഹായിക്കും നിന്നെ. മൈ ഡിയർ സൺ, മോനെ പോലെ നീ എന്ന് ഞാൻ വെറുതെ വീൺവാക്ക് പറയുകയല്ല. ആണോടി? നോ, നീ മോനാ. അതിർത്തി കടത്തി കൊണ്ടുപോയി ശത്രുക്കൾ കൊന്നുകളഞ്ഞ എൻ്റെ അച്ചുമോന് പകരം കിട്ടിയ മോൻ. നിനക്കൊരു പ്രശ്നം വന്നാൽ അതെനിക്ക് വന്നത് പോലെയാ. കൊല്ലണം. പറ്റുമോ? പറ്റും. മാഡം, നാട്ടിലെത്തുന്നത് വീട്ടുകാർ പോലും അറിയരുത്. കാര്യം സാധിച്ചിട്ട് എത്രയും പെട്ടെന്ന് നീ മടങ്ങുന്നു. നീ അവനെ കാണാൻ വേണ്ടി, അവന്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാ പോകുന്നത്. രാത്രിയുടെ മറവിൽ നീ അവനെ കാണുന്നു. ശബ്ദരഹിതമായൊരു മരണം നീ അവന് സമ്മാനിക്കുന്നു. നീ കൊല്ലുന്നത് ഒരു സാമൂഹ്യദ്രോഹിയാ. പട്ടാളക്കാരന്റെ ഗോസ്പൽ പ്രകാരം സാമൂഹ്യദ്രോഹിയെ കൊന്നാൽ സ്വർഗം കിട്ടും. അമ്മയ്ക്കും സഹോദരിക്കും ഇന്ന് തന്നെ കത്തെഴുതണം. അവരിങ്ങോട്ട് പോരുന്നു. കാര്യം സാധിച്ചിട്ട് നീ ഫ്ലൈറ്റിന് മടങ്ങി പോന്നു. ഞാനുണ്ടടാ നിന്നോടൊപ്പം. എന്താ പേടിയുണ്ടോ? ഇല്ല. ശത്രുവിനെ കൊന്നിട്ട് വരുന്ന നിന്നെയെ ഇനി ഞാൻ കാണും. ഗുഡ് നൈറ്റ്. Thank you.